നമസ്കാരം. നമ്മുടെ കുഞ്ഞുമോൻ താഹ ഡയറക്റ്റ് ചെയ്ത തമിഴിലും മലയാളത്തിലുമായി സംവിധാനം ചെയ്ത മൊരടൻ എന്ന സിനിമയിലെ മൊരടനാണ് ഈ ഇരിക്കുന്നത്. അങ്ങനെ പറയാനാണ് എനിക്കിഷ്ടം. കാരണം ഒരു വ്യത്യസ്തമായ ക്യാരക്ടർ മലയാള സിനിമയിലേക്ക് കടന്നു വരികയാണ്. മലയാളത്തിലും തമിഴിലും കടന്നു വരുവാണ് മൊരടൻ. കാരണം കുഞ്ഞുമോൻ താഹ എന്ന് പറഞ്ഞാൽ നല്ലൊരു എഴുത്തുകാരനും ഒക്കെ നല്ലൊരു സംവിധായകനാണ്. ജഗതി ഈ വയ്യാണ്ടിരുന്ന സമയത്ത് വീണ്ടും ജഗതിയെ മലയാള സിനിമയിലേക്ക് വീണ്ടും കൊണ്ടുവന്ന തീ മഴ തേന്മഴ എന്നുള്ള സിനിമയൊക്കെ ഡയറക്റ്റ് ചെയ്ത കുഞ്ഞുമോൻ താഹയുടെ സിനിമയാണ് മൊരടൻ. ഇങ്ങനെ പുതുമുഖമാണെങ്കിലും വലിയൊരു ചാൻസാണ് ഇങ്ങനെ കിട്ടിയിരിക്കുന്നത്. തമിഴിലും മലയാളത്തിലും മൊരടൻ എന്നുള്ളൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കാനാണ് ഇങ്ങനെ അവസരം കിട്ടിയിരിക്കുന്നത്. എങ്ങനെയായിരുന്നു ആ ഒരു അനുഭവം, ഈ സിനിമയിൽ അഭിനയിപ്പിച്ചപ്പോൾ ഉണ്ടായ അനുഭവം? ചേട്ടാ, ഇത് മൊരടൻ എന്ന് പറയുന്ന സിനിമയിലേക്ക് എത്തുക എന്ന് പറയുന്നത് തന്നെ എന്തൊരു ഭാഗ്യം തന്നെയാണ് സത്യം പറഞ്ഞാൽ. അതെ. ആദ്യത്തെ ഒരു ഷോർട്ട് മൂവി, ഒരു 4-5 ഷോർട്ട് മൂവിയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഷോർട്ട് മൂവിയിൽ നിന്ന് തന്നെയാണ് എനിക്ക് സെലക്ട് ആവുന്നത്, ഈ ഒരു മൊരടനിലോട്ട് എത്തിപ്പെടുന്നത്. അതെങ്ങനെയാണ് അതിൻ്റെ വഴികളെന്ന് പറയാം? വഴികളെന്ന് പറയാൻ എൻ്റെ സുഹൃത്ത് ദീപക് പുതമന, അവൻ ആക്ച്വലി ഡയറക്ടർ ആവണം, എനിക്ക് സിനിമ മോഹം, അതായത് ആക്ടർ ആവണം. അപ്പോൾ അവൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നമുക്കൊരു ചെറിയൊരു ഷോർട്ട് ഫിലിം ചെയ്യാം. അതൊരൊറ്റ രാത്രി കൊണ്ട് ഒരു 7 മിനിറ്റ്. എല്ലാവരും അങ്ങനെയാണ്. അപ്പോൾ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാം. അങ്ങനെ ഒരു 7 മിനിറ്റിൻ്റെ ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിം ചെയ്തു. ആ ഒരു ഷോർട്ട് ഫിലിം ഒരു സുഹൃത്തായ ഷാജി ഭജൻ മാഡം, അദ്ദേഹം മ്യൂസിക് കമ്പോസറാണ്, അദ്ദേഹം വഴി അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായ കുഞ്ഞുമോൻ താഹ എന്ന് പറയുന്ന എത്തിച്ചേരുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പുള്ളിക്ക് ഇങ്ങനെ ഒരു ബോട്ടിം കോൾ വരുന്നു. ഓക്കെ, അപ്പൊ ഞാനുണ്ട്. അപ്പൊ ഇങ്ങനെ ബോട്ടിം കോളിൽ ഇങ്ങനെ പറയാണ്, താഹ സാറ് പറയാണ്, മോനെ ആ പയ്യൻ കൊള്ളാം, ഒന്ന് വെയിറ്റ് ചെയ്യ്, പിന്നെ അവൻ്റെ അടുത്ത് പ്രത്യേകം പറയാ താടി മുടിയൊന്നും എടുക്കണ്ട, നമ്മൾ എപ്പോഴെങ്കിലും ഒരു സിനിമ ചെയ്യും. അപ്പം അതായിരുന്നു തുടക്കം മൊരടനിലേക്ക്. താടിയും മുടി എടുക്കണ്ട എന്നുള്ള രീതി. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു ഗെറ്റപ്പിലല്ല, കാരണം അത് നിങ്ങൾ സ്ക്രീനിൽ കണ്ടാൽ മതി. മൊരടൻ എന്ന് പറയുന്ന സംഭവം സിനിമയുടെ ഒരു സസ്പെൻസ് ആണ്. അതെ, അതുകൊണ്ട് ഞാൻ പറയില്ല. അത് പറയണ്ട. ഓക്കെ. കാരണം ആ ഒരു ക്യാരക്ടർ 2 വ്യത്യസ്തമായ ക്യാരക്ടറാണ് വരുന്നത്. അപ്പം അതിനെക്കുറിച്ചൊന്നും പറയണ്ട. അത് പ്രേക്ഷകർ കണ്ടിട്ട് അതിനൊരു തീരുമാനം എടുത്തോളും. തീർച്ചയായിട്ടും നല്ലൊരു സിനിമയാണ് മൊരടൻ. അത് കാരണം ഞാൻ ആ സിനിമയുടെ PR ആയിരുന്നു, അതുകൊണ്ട് ഞാൻ അതിൻ്റെ ലൊക്കേഷനിലൊക്കെ പോയതാണ്. അപ്പോൾ അതുകൊണ്ട് ആ സിനിമയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാനും അങ്ങനെ പറയുന്നത്. പിന്നെ ഈ ഇതിൽ മറ്റ് താരങ്ങളൊക്കെ അഭിനയിച്ച ആർട്ടിസ്റ്റുകളൊക്കെ ഇതിൽ നമ്മുടെ കൈലാഷുണ്ട്, പിന്നെ ശോഭി തിലകൻ, പിന്നെ തമ്പി ആന്റണി സാറ്, പിന്നെ ശിവമുരളി. നായികമാര് പുതുമുഖങ്ങളാണ്. എന്നെ പോലെ തന്നെ അവരും പുതുമുഖങ്ങളാണ്. സ്നേഹ, മീര നായർ, അഞ്ജലി, ധന്യ രാമചന്ദ്രൻ, രാജി, അങ്ങനെ കുറെ പുതുമുഖങ്ങളും ഈ പടത്തിലുണ്ട്. എന്നെ പോലെ തന്നെ എല്ലാവരും പുതുമുഖങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഈ സീനിയേഴ്സ് എന്ന് പറയുന്ന ഇവരുമായിട്ട് ഉള്ള കോമ്പിനേഷൻ സീൻ വരുമ്പോഴാണ് നമുക്ക് ശരിക്കും എങ്ങും സ്റ്റക്ക് ആവുന്നില്ല. കാരണം എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ ക്രൂ കംപ്ലീറ്റ് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ക്രൂ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും A to Z ആൾക്കാരും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. അത് അനുഗ്രഹമായി. അതെ. പിന്നെ എനിക്ക് തോന്നുന്നു ഈ കഥാപാത്രം കുഞ്ഞുമോൻ താഹയുടെ എഴുത്തിനെ കുറിച്ച് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ പറയാം. എനിക്ക് തോന്നുന്നതാണ് പല അഭിനയ മുഹൂർത്തങ്ങളൊക്കെ അഭിനയിപ്പിക്കാനും അങ്ങനെ ഒരു വലിയൊരു പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്ന് കാണും. അതെ, അങ്ങനത്തെ കഥാപാത്രങ്ങളെ അങ്ങനെ എഴുതും. കാരണം ഡയറക്ടർ സ്പോട്ടിൽ തന്നെ അഭിനയിച്ചും കാണിക്കും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സീൻസിൽ ഡയറക്ടർ വന്നിട്ട് വിമൽ ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ അത് കറക്റ്റായിട്ട് പുള്ളി അഭിനയിച്ച് കാണിക്കും. അപ്പൊ നമ്മൾ ചില സമയത്ത് കൺഫ്യൂഷൻസ് വരുവാണെങ്കിൽ ശരി, അതൊക്കെ പുള്ളി അത് മനസ്സിലാക്കി അവിടെ പോയി ഇങ്ങനെ ചെയ്യൂ വിമൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഓക്കെ. അങ്ങനെയാണ്. അല്ല, അങ്ങനെ ശരിക്കും നാടക രംഗത്തുനിന്ന് വന്ന ആളാണ് കുഞ്ഞുമോൻ. നാടക രംഗത്ത് എനിക്കറിയാം, അഭിനയ ക്ലാസ്സുകൾ നയിക്കുകയും നന്നായിട്ട് അഭിനയം പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ എനിക്കൊന്ന് അബുദാബിയിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു, അഭിനയം പഠിപ്പിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു സംവിധായകന്റെ കൂടെ അഭിനയിക്കാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായി അല്ലേ? തീർച്ചയായും ഭാഗ്യം തന്നെയാണ്.
അപ്പോൾ അതിനെക്കുറിച്ച് അതിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് പറയാം. എനിക്ക് ഈ സിനിമ തന്നെയാണ്, ഈ ഒരു സിനിമ തന്നെയാണ് എക്സ്പീരിയൻസ്. പിന്നെ ഷോർട്ട് മൂവികൾ ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരുപാട് സിനിമ കാണാറുണ്ട്. പിന്നെ കുഞ്ഞുമോഹൻദാസ് സാറിനെ കുറിച്ചൊന്നും പറയണ്ട. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സിനിമയിൽ തന്നെ മനസ്സിലായി അദ്ദേഹത്തിൻ്റെ ചിലതൊക്കെ നമുക്ക് വിട്ടുപോയാലും ശരി, ചില കണ്ണിൻ്റെ ചലനങ്ങൾ ഒക്കെ പുള്ളി ഇങ്ങനെ വരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അനുഭവ സമ്പത്തുള്ള വ്യക്തിയല്ലേ. അപ്പോൾ മുരടൻ എന്നുള്ള സിനിമയാകുമ്പോൾ ഈ മുരട്ട് സ്വഭാവങ്ങൾ കാണിക്കുന്ന ആളുകൂടെ ആയിരിക്കുമല്ലോ. അപ്പം ഈ സംഘടന രംഗങ്ങളൊക്കെ കുറെ കാണൂല ഇതിനകത്ത്, അതിനെക്കുറിച്ചൊന്ന് പറയാം. സംഘടന രംഗം നമ്മുടെ സാധ്യതയുണ്ട്. പിന്നെ സംഘടന രംഗങ്ങളുണ്ട്. സംഘടന ചെയ്തിരിക്കുന്നത് ശ്രീ അഷ്റഫ് ഗുരുക്കളാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ അദ്ദേഹം വളരെ ഡൗൺ ടു എർത്ത് പേഴ്സണാണ്. പിന്നെ അദ്ദേഹം നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരും. പുള്ളി പറയും, എൻ്റെ മോനെ നീ എൻ്റെ നെഞ്ചത്ത് ചവിട്ടിക്കോ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണ് പുള്ളി നമ്മൾ ഇപ്പം ഞാൻ പറയാം, അല്ല കുഴപ്പം ഒന്നുമില്ല, നീ ചെയ്, അങ്ങനെയാണ് പുള്ളി. നീ എൻ്റെ ദേഹത്തോട്ട് ഇങ്ങനെ ഇടിച്ച് കാല് വെച്ച് ചവിട്ട്, അങ്ങനെയൊക്കെ ചെയ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ആ സംഘടന ഒരു ആക്ഷൻ സീക്വൻസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ സംഘടന ഉണ്ട്. എത്ര ഒരു 3-4 ദിവസത്തെ ഷൂട്ട് തന്നെ സംഘടനമായിരുന്നു. രാവിലെ പോവുക, ഇടി. ഞാനവിടെ ഉണ്ടായിരുന്നു, ഞാൻ തെങ്കാശിയിൽ ഉണ്ടായിരുന്നു. ഞാനൊന്നവിടെ ഉണ്ടായിരുന്നു. എനിക്ക് തമ്പി ആന്റണി വില്ലനായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പൊ തമ്പിയായിട്ടുമല്ലോ, വില്ലനൊന്നും പറയാൻ പറ്റില്ല. അല്ല, തമ്പിയായിട്ടുമായിട്ട് സംഘടന ഉണ്ടായോ? ഒരു ഭാഗത്ത് ഉണ്ടായിരുന്നു. പുള്ളി വില്ലനാണോ അല്ലയോ നമുക്ക് അറിയത്തില്ല. പക്ഷേങ്കില് പിന്നെ ചെറിയൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കും അതിൻ്റെതായ ഒരു കാര്യങ്ങളുണ്ട് ആ പടത്തില്. എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു തമ്പി സാർ ഇതുവരെ ചെയ്തേക്കുന്ന കഥാപാത്രങ്ങളെ വെച്ച് നോക്കുമ്പം ഇത് പുള്ളിക്ക് വളരെ, അതായത് നമ്മൾ ആക്ഷൻ ഹീറോ ബാബു ആന്റണി എന്ന് പറയുന്ന പോലെ പുള്ളിയുടെ ചേട്ടനാണ് തമ്പി ആന്റണി. അപ്പോൾ ഈ പുള്ളിയും ആക്ഷനിൽ ഒരു പുലിയാണ് എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം ഈ പടത്തില്. അങ്ങനെ ചില സീക്വൻസുകളൊക്കെ ഉണ്ട്. സീനിയേഴ്സ് ഒക്കെ നമ്മൾ അഥവാ ഇങ്ങനെ ദേഹത്ത് ഇങ്ങനെ ആക്കിയ വരെ ചിലപ്പോൾ വിചാരിക്കൂ വല്ല പെയിൻഫുൾ ആണോ അങ്ങനെയാണോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചാലും ശരി, കുഴപ്പമില്ല നീ ചെയ്. പിന്നെ ഈ നായികമാര് 2 പേര് ഉണ്ടല്ലോ, അപ്പം കുറെ പാട്ടുകളൊക്കെ കാണുമല്ലോ. പാട്ടുകൾ നല്ല സുന്ദരികൾ അതിനകത്ത് വന്നിരിക്കുന്നത്. പുതുമുഖങ്ങളാണേലും നല്ല സുന്ദരികളെയാണ് കുഞ്ഞുമോഹൻദാസ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം പാട്ടുകളും പ്രേമരംഗങ്ങളും കാണും. അതിപ്പം എന്തായാലും തിയേറ്ററിൽ പോയി കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ ഉണ്ടെന്നുള്ളത്. ഞാനിപ്പോ അതിനെ കുറിച്ച് കൂടുതൽ പറയില്ല. ഗാനരംഗങ്ങളുണ്ട്. പിന്നെ പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് യേശുദാസ്, നമ്മള് ചെറുപ്പം മുതലേ അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേട്ടൊക്കെയാണ് ഇങ്ങനെ വളർന്നു വരുന്നത്. അപ്പം ഒരിക്കലും വിചാരിക്കുന്നില്ല ഇങ്ങനെ എന്താ പറയാ അദ്ദേഹത്തിന് ലിപ്പ് കൊടുക്കാൻ പറ്റുന്നുള്ളത്. പക്ഷെ അദ്ദേഹത്തിന് ലിപ്പ് കൊടുക്കുന്നുണ്ട് ഈ ഒരു സിനിമയിൽ. യേശുദാസിലെ സത്യം ഭാഗ്യം തന്നെ വേണമെങ്കിൽ പറയാം. കാരണം എല്ലാ നടന്മാരും കൊതിക്കുന്നതാണ്. അതെ യേശുദാസിന് ലിപ്പ് കൊടുക്കുക എന്നുള്ളത്. അപ്പൊ അത് ആ ഒരു ഭാഗ്യം ഉണ്ടായി. നസീറാണ് അത് തെളിയിച്ചത്. പിന്നെ ഇതില് അന്തോണിദാസ് എന്ന് പറഞ്ഞൊരു സുടക്കുമേലെ സുടക്ക് എന്ന് പറഞ്ഞ ആ ഒരു വൈബ് പാട്ട്, ഹിറ്റ് പാട്ട് അദ്ദേഹം പാടിയൊരു പാട്ടുണ്ട് ഇതില്. അത് ഏകദേശം ആ വൈബിൽ തന്നെ, അല്ല മറ്റൊരു വൈബ് എന്ന് വേണമെങ്കിൽ പറയാം, മറ്റൊരു ആശ്വാസം എന്ന് പറഞ്ഞാൽ മറ്റൊരു വൈബാണ്. അടിപൊളി പാട്ടാണ്. അതും തമിഴ്നാട്ടിൽ തന്നെയാണ്. അതെ, അഭിനയിച്ചിരിക്കുന്നത് ഞാൻ തന്നെയാണ്. പിന്നീട് ദുബായ് എന്നുള്ളൊരു കുട്ടിയുണ്ട്, അഞ്ജലി. അപ്പൊ അഞ്ജലിയുടെ ഒരു പാട്ടുണ്ട്, നല്ല സോങ് തന്നെയാണ്. മുരടൻ എന്താണ് റിലീസ് കാര്യങ്ങളൊക്കെ? മുരടൻ ഈ അടുത്ത് തന്നെ ഉണ്ടാവും റിലീസ്. അതിന്റെ ഡേറ്റ് എനിക്ക് പറയാൻ പറ്റില്ല, ഈ അടുത്ത് തന്നെ ഉണ്ടാവും. അപ്പം അതിനെ തുടർന്നുള്ള സിനിമകളൊക്കെ തുടർന്നുള്ളത് ഒരു നിൽക്കാനുള്ള ആഗ്രഹം. പിന്നെ നമ്മൾ ചെറുപ്പം മുതൽ ഇതന്നെ പാഷനായിട്ട് കിടക്കുന്നത്. അപ്പൊ മുന്നോട്ടും അങ്ങനെ തന്നെയാണ് എൻ്റെ ഒരു തമിഴ് ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഞാൻ അപ്ഡേറ്റ്സ് ഒക്കെ പിന്നീടൊക്കെ അറിയിക്കാം. പിന്നെ കുടുംബത്തെ കുറിച്ച് എവിടെയാണ് നാട് അതൊന്നും പറഞ്ഞില്ല. ഞാൻ ജനിച്ചത് കരുനാഗപ്പള്ളിയാണ്. പിന്നെ എൻ്റെ സ്കൂളും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ണൂരായിരുന്നു. കണ്ണൂരിലാണ് പഠിച്ചതൊക്കെ. പിന്നെ ഞാനിപ്പോൾ ഒരു 17 വർഷത്തോളമായിട്ട് ഞാൻ അബുദാബി തന്നെയാണ്. അബുദാബി UAE-ലാണ്. അവിടെ വർക്ക് ചെയ്തു. ധാരാളം കലാകാരന്മാരുണ്ട്. അതെ, ഒരുപാട് കലാകാരന്മാരുണ്ട്. പാട്ടുകാരും എല്ലാവരും ഉണ്ട്. അങ്ങനെ ഒരു രംഗമാണല്ലോ. ഇതിന്റെ ക്യാമറ ചെയ്തിരിക്കുന്ന സുനിൽ പ്രേമാണ്. സുനിൽ പ്രേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മിന്നാമിനുങ്ങ് എന്ന് പറയുന്ന ക്യാമറ ചലിപ്പിച്ച വ്യക്തിയാണ്.
സുരഭിക്ക് award നാഷണൽ കിട്ടിയ അവാർഡ് award കിട്ടിയ കിട്ടിയ സിനിമയാണ്. സിനിമയാണ് മിന്നാ അതെ, മിനുങ്ങ്. അതെ. അപ്പൊ അതിന്റെ ക്യാമറ ചലിപ്പിച്ചതാണ് സുനിൽ. അതെ. പിന്നെ ഇതിന്റെ അസോസിയേറ്റ്, ആ. എനിക്കൊന്ന് അസോസിയേറ്റിനും ഇതിന്റെ സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയതാണ്. അതെ, മിസ്റ്റർ വർഷങ്ങളായിട്ടുള്ള ആളാണ്. റാഫി ബക്കർ, അദ്ദേഹത്തിനും സ്റ്റേറ്റ് അവാർഡ് ഡോക്യുമെന്ററിയിൽ എന്തോ കിട്ടിയിട്ടുണ്ട്. ചെയ്യുന്നുണ്ട്. അതെ. അപ്പം എല്ലാവരും വളരെ നല്ലൊരു talented ആയിട്ടുള്ള ടീമിനൊപ്പം നല്ലൊരു ക്രൂ ആണ്. ക്രൂവിനൊപ്പം വർക്ക് ചെയ്യാൻ കഴിയും, അതൊരു മഹാഭാഗ്യമല്ലേ, ശരി. ഒരു എക്സ്പീരിയൻസ്. അതെ 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 അതെ. അതുകൊണ്ട് ഇനി മുമ്പോട്ടുള്ള യാത്രയിൽ അത് ഗുണം ചെയ്യും ആ എന്ന് വിചാരിക്കുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വളരെ എക്സ്പീരിയൻസ് ഉണ്ടാകുന്ന ചെറിയ കാര്യമല്ല. ഇങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചതിൽ വളരെ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ആ സിനിമയുടെ PRO ആകാനും കഴിഞ്ഞത് എനിക്കും വലിയ സന്തോഷമുണ്ട്. ഐമന സാജൻ ചേട്ടനാണെങ്കിൽ ഇവിടെ ലൊക്കേഷനിൽ സാജൻ ചേട്ടൻ അവിടെ ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരെയും കവറപ്പ് ചെയ്ത് കുറെ ഫോട്ടോസും കുറെ സ്റ്റിൽസും കുറെ പേരുന്ന് എഴുത്ത് കാര്യങ്ങളെല്ലാം വാങ്ങിച്ച് പുള്ളി അതിന്റെ കാര്യം കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും അങ്ങനെയാണല്ലോ, അവരവരുടെ വർക്കുകൾ വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴാണല്ലോ അതൊരു ടീം വർക്ക് ആകുക. അതുകൊണ്ട് ആ സിനിമയിലെ നായകനെ ഇന്റർവ്യൂ ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. വരുംകാലത്തിലെ മലയാളത്തിൽ നല്ലൊരു നടനായിട്ട് വരാൻ കഴിയട്ടെ. ഓക്കെ, എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു വെരി മച്ച്. അപ്പൊ എല്ലാരും തിയേറ്ററിൽ പോയിട്ട് പടം കാണണം അല്ലേ? അതന്നല്ലേ കറക്റ്റ്? എല്ലാരും തിയേറ്ററിൽ പോയിട്ട് പടം കാണാം. മൊരടൻ തമിഴ് മലയാളം സിനിമയാണ്. മൊരടനെ അനുഗ്രഹിക്കുക. അതെ, മൊരടനെ അനുഗ്രഹിക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ.